അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, പവിത്രമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്, അഥവാ മുഹറം മാസത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളിൽ നിന്നും പ്രത്യേകമായി ചിലതിനെ തിരഞ്ഞെടുക്കാറുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരായിട്ട് കുറേ നബിമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നബിമാരിൽ നിന്നും ഉലുൽ അസ്മുകളായിട്ട് 5 പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്ന നിലയിൽ റമളാൻ മാസത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്രകാരം അള്ളാഹു സൃഷ്ടിച്ച മാസങ്ങളിൽ 4 മാസങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്. 12 മാസങ്ങളിൽ 4 മാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രത്യേക പവിത്രത നൽകിയിട്ടുണ്ട്. ആ മാസങ്ങളിൽ ഫലാ തളിമു ഫീഹിന്ന, നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്, ആക്രമിക്കരുത്, യുദ്ധം ചെയ്യരുത് എന്നിത്യാദി കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാസങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഒരു മാസമാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന മുഹറം മാസം. മുഹറം മാസം അതുകൊണ്ട് പവിത്രമായ ഒരു മാസത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയും കൂടി ചെയ്തൊരു മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം. അതുകൊണ്ട് മുഹറം മാസത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ള മാസം മുഹറം മാസമാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റമളാൻ ഫർലാക്കപ്പെട്ട നോമ്പാകുന്നതിന് മുമ്പ് മുഹറത്തിലെ നോമ്പായിരുന്നു ഫർലാക്കപ്പെട്ടത് എന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ മാസത്തിലെ ആദ്യത്തെ ചില ദിവസങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ നഹ്സാണെന്ന് കണ്ടെത്തി നഹ്സാണെന്നുള്ള വിശ്വാസത്തിൽ നടക്കുന്നുണ്ട്. ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ കല്യാണ പോലുള്ള പരിപാടികളിൽ ഏർപ്പെടാൻ പാടില്ല, വീട് കൂടൽ പരിപാടി, അപ്രകാരം തന്നെ കടയോ മറ്റോ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി, ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മുഹറത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ നഹ്സാണെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിൻ്റെ ഉപോത്ബലകമായിട്ട് ഹദീസുകളൊന്നും നമുക്ക് കാണുവാൻ സാധ്യമല്ല. എന്നാൽ അവർ അങ്ങനെ പറയുവാനുള്ള ഒരു കാരണം എനിക്ക് വായിക്കാനിടയായത്, ആദ്യ കാലഘട്ടങ്ങളിൽ മുഹറം 1 മുതലേ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ആ നോമ്പിന് ഇടങ്ങാറ് വരാതിരിക്കാൻ വേണ്ടി പരിപാടികൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് നഹ്സാണ്, വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ പഴയ ആളുകളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾ കാലാട്ടുന്നത് ഉപ്പാക്ക് ദാരിദ്ര്യമുണ്ടാകും, അങ്ങനെ വേണ്ടാത്ത എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ മറ്റൊന്ന് ചേർന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ അങ്ങനെ വന്നതായിരിക്കാം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു, ഷിയാക്കളിൽ നിന്നും വന്ന ഒരു വിശ്വാസമാണ് മുഹറത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ നഹ്സിൻ്റെ ദിവസങ്ങൾ എന്നത്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ലഖ്നൌവിലും ബോംബെയിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മുഹറം 1 മുതൽ 10 വരെ അവർ കറുത്ത വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ, ചെരുപ്പ് ധരിക്കാതെ നടക്കും. മാത്രമല്ല, റോഡിലൊക്കെ റൂഹ് അഫ്സ എന്ന സർവത്ത് അല്ലെങ്കിൽ വെള്ളം വിതരണം ചെയ്തുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വെള്ളം ലഭിക്കാതെ മരണപ്പെട്ടു. ഈ വിശ്വാസങ്ങളൊക്കെ ഷിയാക്കളിൽ നിന്നും നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ചെറിയ ഓർമ്മയിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ മുഹറം 10 സ്കൂളുകളിൽ നിന്നും വീടുകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ചെറുനാരങ്ങ വെള്ളം വിതരണം ചെയ്തതായിട്ട് ഓർമ്മയിൽ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ഷിയാക്കളിൽ നിന്നും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത്തരം ഒരു വിശ്വാസത്തിൽ പെട്ടതാണ് നഹ്സ് എന്നുള്ള വിശ്വാസവും. യഥാർത്ഥത്തിൽ മുഹറത്തിൻ്റെ ആ ദിവസങ്ങൾ ഏറ്റവും പവിത്രമാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ സാധിക്കാൻ പറ്റുന്ന വളരെ പവിത്രമായ ദിവസങ്ങളാണ് മുഹറത്തിൻ്റെ ആദ്യ ദിവസങ്ങളെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നഹ്സ് എന്നുള്ളത് ഒരു ദിവസത്തിലേക്ക് ചേർത്ത് പറയേണ്ടതല്ല, മറിച്ച് ഒരാളുടെ കർമ്മത്തിലേക്ക് ചേർത്ത് പറയേണ്ടതാണ്. അഥവാ ഒരാൾക്ക് ഒരു ദിവസം നഹ്സായിട്ട് തോന്നുന്നുവെങ്കിൽ അത് അയാളുടെ പ്രവർത്തനത്തിൻ്റെ ദുശ്ചെയ്തി കൊണ്ട് അന്നത്തെ ദിവസം അയാൾക്ക് നഹ്സായതാണ്. ഒരു ദിവസം പൊതുവെ എല്ലാവർക്കും കൂടി നഹ്സാവുകയില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ആര് അള്ളാഹു മഹത്വപ്പെടുത്തിയ വസ്തുക്കളെ മഹത്വപ്പെടുത്തുന്നുവോ, അള്ളാഹുവിൻ്റെ ഷായറുകളെ മാനിക്കുന്നുവോ, അത് അവൻ്റെ ഹൃദയത്തിൻ്റെ
തഖ്വയിൽപ്പെട്ടതാണ്, ഭക്തിയിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ഈ മാസത്തിൽ തിന്മകളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് സജീവമാകുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ജീവിക്കുന്നവരായി നമ്മയും കുടുംബത്തെയും ആക്കി തീർക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.